സോഷ്യൽ മീഡിയയിലും നമ്മുടെ ഡെയിലി ലൈഫിലും ഒരു വട്ടമെങ്കിലും കടന്നു പോകുന്ന മീമുകളും ഡയലോഗുകളുമാണ് ഇതൊക്കെ. കഥാപാത്രങ്ങളുടെ പേര് പെട്ടെന്ന് മനസ്സിൽ വന്നില്ലെങ്കിലും ഈ സിനിമകളും ഈ ഡയലോഗുകൾ പറഞ്ഞ നടിയും മലയാളിക്ക് സുപരിചിതയാണ്. മീന. എന്നും ഓർത്തു വെക്കാനും വീണ്ടും വീണ്ടും കാണാനും അനവധി കഥാപാത്രങ്ങളെ സമ്മാനിച്ച് മീന എന്ന നടി മലയാള സിനിമയോടും മലയാളികളോടും യാത്ര പറഞ്ഞു പോയിട്ട് 28 വർഷമാകുന്നു. ക്യാരക്ടർ റോളുകളിൽ തിളങ്ങാൻ പ്രതിഭകൾക്ക് ഒട്ടും ക്ഷാമമില്ലാതെ അനുഗ്രഹിക്കപ്പെട്ടതാണ് മലയാള സിനിമ. നടന്മാരായാലും നടിമാരായാലും പ്രതിഭകളുടെ ആ നിര നീണ്ടുകിടക്കുകയാണ്. അതിലൊരിടം നേടുക എന്നത് വളരെ പ്രയാസമേറിയ കാര്യമാണ്. KPSC ലളിത, സുകുമാരി, ഫിലോമിന, കവിയൂർ പൊന്നമ്മ, അടൂർ പങ്കജം, അടൂർ ഭവാനി അങ്ങനെ മലയാള നാടക സിനിമാ രംഗത്തെ അലങ്കാരങ്ങളായിരുന്നവരുടെ പട്ടികയിൽ സ്വതസിദ്ധമായ ശൈലി കൊണ്ട് ഇടം പിടിച്ച നടിയാണ് മീന. 60 മുതൽ 90കൾ വരെ മലയാള സിനിമയിൽ നിത്യസാന്നിധ്യമായിരുന്ന നടി. വില്ലൻ വേഷങ്ങളും നർമ്മ കഥാപാത്രങ്ങളുമെല്ലാം ആ കൈകളിൽ ഭദ്രമായിരുന്നു. സ്ത്രീധനത്തിലെ ദുഷ്ടയായ അമ്മായിയമ്മയായും, നാടോടിക്കാറ്റിലെ നായിക രാധയുടെ അമ്മയായും, അനിയത്തിയോടും കുടുംബത്തോടും മത്സരബുദ്ധിയോടെ മാത്രം പെരുമാറുന്ന യോധയിലെ വസുമതി വല്യമ്മയായും, അങ്ങനെ 400ഓളം സിനിമകളിൽ മീന നടത്തിയ പകർനാട്ടങ്ങൾ. ഈ നടിയുടെ പ്രതിഭയുടെ വ്യാപ്തി തിരിച്ചറിയുന്ന എത്ര പേർ പുതിയ കാലത്തുണ്ടെന്നറിയില്ല. പക്ഷെ അവർ അനശ്വരമാക്കിയ കഥാപാത്രങ്ങളും സംഭാഷണങ്ങളും തലമുറ കൈമാറി ഈ കാലവും ഇരു കൈയും നീട്ടി സ്വീകരിച്ചിട്ടുണ്ട്. 1941 ഏപ്രിൽ 23 ഹരിപ്പാടിനടുത്തുള്ള കരുവാറ്റയിൽ ജനിച്ച മേരി എന്ന പെൺകുട്ടി. കോയിക്കലേത്ത് ഇട്ടിച്ചെറിയാച്ചന്റെയും ഏലിയാമ്മയുടെയും ഇളയ മകൾ. നാട്ടിലെ കലാസമിതികളിലെ നാടകങ്ങളിൽ കുട്ടിക്കാലം തൊട്ട് അഭിനയിച്ചു തുടങ്ങിയ ആ പെൺകുട്ടി പിന്നീട് അറിയപ്പെടുന്ന നാടക നടിയായി. പിന്നാലെ സിനിമയിലേക്കും കടന്നു. 1964 ശശികുമാർ സംവിധാനം ചെയ്ത കുടുംബിനിയായിരുന്നു ആദ്യ സിനിമ. ഒപ്പം അഭിനയിച്ചവർ മലയാള സിനിമാ ചരിത്രത്തിലെ അതികായരായ തിക്കുറിശി, അടൂർ ബാസി, പ്രേം നസീർ എന്നിവർ. മീന എന്ന സിനിമാ നടി അവിടെ ജനിച്ചു. മേരി ജോസഫിനെ ആദ്യ സിനിമയുടെ ടൈറ്റിലിൽ അണിയറക്കാർ പരിചയപ്പെടുത്തിയ പേര് മീന കുമാരി എന്നായിരുന്നു. പിന്നീട് അത് മീന എന്നായി മാറി. പിന്നീട് ഇങ്ങോട്ട് മരണം വരെ മീന എന്ന നടി മലയാള സിനിമയ്ക്ക് ഒപ്പം നടന്നു. മീന അനശ്വരമാക്കിയ കഥാപാത്രങ്ങൾ ഒട്ടനവധിയുണ്ട്. 3 പതിറ്റാണ്ടോളം നീണ്ട കലാജീവിതത്തിൽ അഭിനയിച്ചത് 600ഓളം സിനിമകൾ. ടൈപ്പ് കാസ്റ്റിംഗിന് വല്ലാത്ത തോതിൽ വിധേയമാക്കപ്പെട്ട നടിയായിരുന്നു മീന. ഒരേ സ്വഭാവമുള്ള അമ്മയായും അമ്മായി അമ്മയായും ഒട്ടനവധി സിനിമകളിൽ അവർ വന്നുപോയി. ആവർത്തന വിരസതയുള്ള കഥാപാത്രങ്ങൾ തേടി വന്നപ്പോൾ അതിനോട് നോ പറയാതെ ഓരോ കഥാപാത്രത്തെയും മാനറിസത്തിലൂടെ വ്യത്യസ്തമാക്കാനാണ് നാടകത്തട്ടിലൂടെ അഭ്രപാളിയിലെത്തിയ മീന ശ്രമിച്ചത്. പൂക്കാലം വരവായി എന്ന ചിത്രത്തിലെ വല്യേച്ചി എന്ന കഥാപാത്രത്തെ എടുക്കാം. നായകനായ മുരളിയുടെ വല്യേച്ചിയായ കഥാപാത്രം. മുരളിയുടെ ഭാര്യ ഗീതയുടെ വീട്ടുകാരോട് കടുത്ത വാശിയും വൈരാഗ്യവും പുലർത്തുന്നവരാണ് ജഗതിയുടെയും മീനയുടെയും കഥാപാത്രങ്ങൾ. സഹോദരന്റെ ഭാര്യയോടും അവരുടെ കുടുംബത്തോടും ഇവർക്കുള്ള അസൂയയും വെറുപ്പും അവരുടെ ഓരോ ചലനത്തിലും വാക്കുകളിലും മുഖഭാവത്തിലും സ്പഷ്ടമാണ്. സിദ്ദിഖ് ലാലിന്റെ രചനയിൽ സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്ത് 1986 പുറത്തിറങ്ങിയ പപ്പൻ പ്രിയപ്പെട്ട പപ്പൻ. റഹ്മാനും തിലകനും മോഹൻലാലും ഒക്കെ പ്രധാന വേഷത്തിലെത്തിയ ഈ ചിത്രത്തിൽ മീന അവതരിപ്പിക്കുന്ന അമ്മിണി എന്ന കഥാപാത്രമുണ്ട്. അമ്മാവനായ ബഹദൂറിന്റെ സ്വത്തിനു വേണ്ടി അദ്ദേഹത്തിന്റെ മരണം കാത്തു നിൽക്കുന്ന ബന്ധുക്കളിൽ ഒരാൾ മാത്രമാണ് ഈ കഥാപാത്രം. ബഹദൂർ മരിച്ചു കിടക്കുന്ന സീനിൽ മൃതദേഹത്തിനരികിലെത്തി മോതിരമൂരി മാറ്റാൻ ശ്രമിക്കുന്ന രംഗമുണ്ട്. വർഷങ്ങൾക്ക് മുൻപ് എപ്പോഴോ കണ്ടതാണെങ്കിലും ഇന്നും ആ സീൻ അതുപോലെ മനസ്സിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അത് മീന എന്ന നടിയുടെ വിജയമാണ്. സഫാരി ചാനലിൽ ജോൺ പോൾ അവതരിപ്പിച്ച സ്മൃതി എന്നൊരു പ്രോഗ്രാമുണ്ട്. മലയാള സിനിമയിലെ അതികായരെ കുറിച്ചുള്ള വ്യക്തിപരമായ അനുഭവങ്ങളാണ് ജോൺ പോൾ വിവരിച്ചത്. അതിൽ ഒരു എപ്പിസോഡ് മീനയെക്കുറിച്ചാണ്. ദുഷ്ടയും ക്രൂരയുമായ നിരവധി കഥാപാത്രങ്ങളെ വെള്ളിത്തിരയിൽ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം വ്യത്യസ്തയായ മീന എന്ന മനുഷ്യനെക്കുറിച്ച് ജോൺ പോൾ വിവരിക്കുന്നുണ്ട്. വെള്ളിത്തിരയ്ക്ക് പുറത്ത് സൗമ്യയും സഹൃദയയുമായ തനിക്ക് അത്തരം കഥാപാത്രങ്ങൾ അധികം വരുന്നില്ലല്ലോ എന്ന് പരിതപിച്ച മീനയെക്കുറിച്ച് ജോൺ പോൾ പറയുന്നു. ആ പരിതാപനത്തിന് അദ്ദേഹം നൽകിയ ആശ്വാസവാക്കുകൾ തന്നെയാണ് മലയാള സിനിമാ പ്രേക്ഷകർക്കും നന്ദിയോടെ പറയാനുള്ളത്. നിങ്ങളുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരാളായി അഭിനയിക്കുമ്പോൾ അത് കാണുന്ന പ്രേക്ഷകന് കല്ലുകടി തോന്നുന്നില്ലെങ്കിൽ, അതിൽ സ്വാഭാവികത അനുഭവപ്പെടുന്നെങ്കിൽ അതല്ലേ നിങ്ങളുടെ വിജയം? അതെ, ഒരേപോലുള്ള കഥാപാത്രങ്ങൾ പതിവായി തേടി വന്നപ്പോഴും ശരീരഭാഷ കൊണ്ടും വസ്ത്രധാരണത്തിലെ മാറ്റങ്ങൾ കൊണ്ടും സംസാര രീതി കൊണ്ടുമൊക്കെ വ്യത്യസ്തത കൊണ്ടുവരാൻ മീനയ്ക്കായി. ക്ലീശേ വേഷങ്ങളിൽ അവരെ പതിവായി കണ്ടപ്പോഴും പ്രേക്ഷകർക്ക് കല്ലുകടി ഉണ്ടായില്ല. അധികമാർക്കും അറിയാത്ത മീന എന്ന സഹജീവി സ്നേഹിയെക്കുറിച്ചുള്ള കഥകളും പഴയകാല സിനിമാ സെറ്റുകളെ ചുറ്റിപ്പറ്റിയുണ്ട്. കോടമ്പക്കത്തെ മീനയുടെ വീട്ടിൽ എന്നും 5 പേർക്കുള്ള ആഹാരം കാണും.
തനിക്കൊപ്പം എത്തുന്ന അതിഥികൾക്കോ സിനിമയിലെ പ്രമുഖർക്കോ വേണ്ടിയായിരുന്നില്ല അത്. സിനിമാ ലോകത്ത് ചുവടുറപ്പിക്കാൻ കഷ്ടപ്പെടുന്നവർക്കും സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നവർക്കും വേണ്ടിയായിരുന്നു ആ ഭക്ഷണം കരുതിയിരുന്നത്. സത്യൻ അന്തിക്കാടിന്റെ സെറ്റിൽ സാമ്പത്തിക ഞെരുക്കമുണ്ടെന്ന് മനസ്സിലായപ്പോൾ സ്വന്തം കയ്യിൽ നിന്ന് പണമെടുത്ത് ഭക്ഷണം എത്തിച്ച മീനയെക്കുറിച്ച് ജോൺ പോൾ തന്നെ പറയുന്നുണ്ട്. 80കളും 90കളുമാണ് മീന എന്ന നടിയുടെ അഭിനയ ജീവിതത്തിലെ സുവർണകാലം. നമ്മൾ ഇന്നും ഓർത്തിരിക്കുന്ന കഥാപാത്രങ്ങളെ സമ്മാനിച്ച ഒരു പിടി സിനിമകൾ ഇറങ്ങിയ ഗോൾഡൻ എറ. അനിയൻ ബാവ, ചേട്ടൻ ബാവ, മിഥുനം, സ്ത്രീധനം, മേലെപ്പറമ്പിൽ ആൺവീട്, അയലത്തെ അദ്ദേഹം, യോധ, നാടോടിക്കാറ്റ്, മഴവിൽക്കാവടി, വരവേൽപ്പ്, അങ്ങനെ എണ്ണിത്തീർക്കാനാകാത്ത സിനിമകൾ. ഈ സിനിമകളിൽ ചെറിയ വേഷങ്ങളിലെത്തി വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ആർട്ടിസ്റ്റ്. മീന ചെയ്ത കഥാപാത്രങ്ങളിൽ വ്യക്തിപരമായി ഏറ്റവും ഇഷ്ടം മേലെപ്പറമ്പിൽ ആൺവീട്ടിലെ അമ്മയെയാണ്. സ്വത്തും പണവും എല്ലാം ഉണ്ടായിട്ടും ആണുങ്ങൾ മാത്രമുള്ള വീട്ടിനുള്ളിൽ കിടന്ന് കഷ്ടപ്പെടുന്ന അമ്മ. അന്ന് വരെ ഗൗരവ സ്വഭാവമുള്ള കഥാപാത്രമായി മാത്രം മലയാളികൾ കണ്ട നരേന്ദ്രപ്രസാദിന്റെ പുതിയൊരു മുഖം കാണിച്ചു തന്ന രാജസേനൻ സിനിമ. ഇപ്പോഴും കണ്ടാൽ ചിരി പടർത്തുന്ന ഒട്ടനവധി രംഗങ്ങളുള്ള ഈ സിനിമയിൽ നരേന്ദ്രപ്രസാദ്, ജഗതി, ജനാർദ്ദനൻ, വിജയരാഘവൻ, ജയറാം, ശോഭന എന്നിവർക്കുമേൽ മീനയുടെ കഥാപാത്രം പ്രിയപ്പെട്ടതാകുന്നെങ്കിൽ, ഇന്നും അത് ആഘോഷിക്കപ്പെടുന്നുണ്ടെങ്കിൽ നടി എന്ന നിലയിൽ അവർ ഒരു അത്ഭുതം തന്നെയാണ്.